ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നാളത്തെ തലമുറ നമ്മുടെ വിദ്യാലയങ്ങളിലാണ് രൂപപ്പെടുന്നത്. അവരെ നേർവഴിക്ക് നയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള നമ്മൾ ഇതിൻ്റെ ദൂഷ്യവശങ്ങളെപ്പറ്റി ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയും അതിനനുസരിച്ചുള്ളൊരു യുവതലമുറയെ സൃഷ്ടിക്കുകയും ലഹരിയിൽ നിന്ന് അടിമപ്പെടാതെ നല്ല രീതിയിൽ ജീവിതം നയിക്കാനുള്ള ഒരു ബോധം അടുത്ത തലമുറയിൽ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കൂട്ടായ യത്നം നടത്താൻ വേണ്ടിയിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സെമിനാർ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കിവിടെ വിശിഷ്ട വ്യക്തികളായിട്ട് എക്സൈസ് ഓഫീസിലത്തെ ശ്രീ കുര്യാക്കോസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ വേദിയിലേക്ക് ഞാൻ ഹാർഷമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ദൂഷ്യവശങ്ങളെ പറ്റി ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ട് സിസ്റ്റർ ഗ്രേസ് ആൻഡോ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. പിന്നെ വേണുമാഷൻ നമ്മൾ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമ്മുടെ സ്വന്തം വേണുമാഷാണ്. നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി വേണുമാഷൻ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ BPO ഇൻചാർജ് ഹരിസൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി നമ്മൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വിദ്യാലയങ്ങളിൽ ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. 30ഓളം അധ്യാപകരാണ് അവിടെ പങ്കെടുക്കുന്നത്. ഒരു ബാച്ചും കൂടി 2 ബാച്ചും കൂടി നമുക്കിനി നടക്കും. അപ്പോൾ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ നമ്മൾ 2-3 വർഷം മുമ്പ് ട്രെയിനിങ്ങിൽ ഉൾപ്പെടുത്തിയൊരു കാര്യം ഉണ്ടായിരുന്നു. കോട്ടയത്തെ സന്തോഷമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ലഹരി ഒരു ലഹരിയായി പുതിയ തലമുറയിലേക്ക് വ്യാപിക്കുന്നൊരു കാലമാണ്. ലഹരി ഉപയോഗിക്കുന്നവർക്ക് മാത്രമല്ല, ഉപയോഗിക്കാതിരിക്കുന്നവരെ കൂടി ആപത്തിലേക്ക് തള്ളിവിടുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയാണ്. പ്രത്യേകിച്ച് UP ഹൈസ്കൂൾ ക്ലാസ്സിലെ കുട്ടികളിൽ പുതിയ ലഹരികൾ കണ്ടെത്താനും ആ ലഹരിയിൽ അവർ മറ്റെല്ലാം മറക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രധാന അധ്യാപകർ നിലയിൽ നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്കും അതോടൊപ്പം തന്നെ കുട്ടികളെ നിയന്ത്രിക്കുന്നവർക്കും പ്രത്യേകിച്ച് അധ്യാപകർക്കും ഒരു ബോധവൽക്കരണം നൽകേണ്ടതുണ്ട്. നമ്മുടെ രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണം നൽകേണ്ടതുണ്ട്. കുട്ടികളെ തന്നെ ലഹരിക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന രക്ഷിതാക്കൾ നമ്മുടെ സമൂഹത്തിൽ ചുറ്റുപാടുണ്ട്. അപ്പോൾ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സാമൂഹ്യ പ്രവർത്തനമായി മാറ്റുകയും അതിനുവേണ്ടി നാം സമൂഹത്തിൽ പ്രതിബദ്ധതയുള്ള അധ്യാപകർ എന്ന നിലയിൽ നമ്മുടെ ഒരു കടമ നിർവഹിക്കും. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാപ്തരാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. സാറിനെയും ഇവിടെ ക്ലാസ് സംബന്ധിക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ പ്രധാന അധ്യാപകരെയും സ്നേഹത്തോടുകൂടെ ഈ ലഹരി വിരുദ്ധ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയും അതിൽ ഉള്ളവരാണ് ഒരു പരിധിവരെ ലഹരി വസ്തുക്കൾക്ക് അടിമകളായി തീരുന്നത്. അതിലധികവും കണ്ടുവരുന്നത് കുടുംബ പശ്ചാത്തലം. ആ കുഞ്ഞിന്റെ കുടുംബ പശ്ചാത്തലം അച്ഛനും അമ്മയും വഴിവിട്ട ജീവിതം നയിക്കുന്നവര്, ഇനി അച്ഛൻ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടവൻ, ഉത്തരവാദിത്വ പൂർണ്ണമല്ലാത്ത കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കൾ, ഇവരുടെയൊക്കെ പരിചരണത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ് അധികവും ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടു പോകും. പ്രത്യേകിച്ചും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളവർ. എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ ഈ ഭൂമിക്ക് ഭാരമാണ്, എനിക്കൊരു കഴിവുമില്ല, ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചവനാണ്, എൻ്റെ മാതാപിതാക്കൾക്കോ അവർക്കൊന്നും സാമ്പത്തികമായിട്ടൊരു കഴിവുമില്ല, അവർക്കും വിദ്യാഭ്യാസമില്ല, എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് ചിന്തിക്കുകയും അങ്ങനെ കഴിഞ്ഞുകൂടുന്ന നമ്മളിപ്പോ സ്കൂളുകളിൽ കാണുന്ന ക്ലാസ് റൂമുകളിൽ കാണുന്ന കുട്ടികളില് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് കൂടുതൽ പ്രതിപത്തി എന്തിനോടുണ്ടാവുക, ലഹരി വസ്തുക്കളോടുണ്ടാവുക. അധികവും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ കുറ്റബോധത്തിന് അടിമപ്പെടുന്ന കുഞ്ഞുങ്ങളാണ് ഇതിന് കൂടുതലായിട്ടും ലഹരി വസ്തുക്കൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകുന്നത്. അതുപോലെ തന്നെ ലക്ഷ്യബോധമില്ലാത്ത കുഞ്ഞുങ്ങള്, ജീവിതത്തിൽ യാതൊരു ലക്ഷ്യവും ഇല്ലാതെ വളരുന്ന കുഞ്ഞുങ്ങള്, അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ ഈ ലഹരി വസ്തുക്കളോട് കൂടുതൽ
പ്രാമുഖ്യം കണ്ടുവരുന്നു. ഇനി അതെന്താ, ആരാണ് കുടിയൻ, എങ്ങനെയുള്ളവരാണ് മദ്യപാന രോഗി എന്നത്, അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ അടിമപ്പെട്ടു പോയ രോഗികളാകുന്നവരെന്ന് ഞാൻ തുടർന്ന് വരുന്നതിൽ പറയുന്നതായിരിക്കും. അപ്പൊ അച്ഛൻ ഒരു മദ്യപാന രോഗിയോ അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുന്നവനോ കഞ്ചാവോ മയക്കുമരുന്നുകളോ ഉപയോഗിക്കുന്നവനാണെങ്കിൽ തീർച്ചയായും അയാളുടെ കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിൽ അവർ ഇതിന്റെ തിക്തത ഫലം അനുഭവിച്ചുകൊണ്ട് അവർ പറയും, ഞാൻ ഒരിക്കലും മദ്യം ഉപയോഗിക്കുകയില്ല എന്നും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ല എന്ന് അവർ പറയും കുഞ്ഞുനാളില്. അതേസമയം ഒരു 15-16 വയസ്സ് അല്ലെങ്കിൽ ഒരു 10-14 വയസ്സ് ടീനേജ് പ്രായത്തിലേക്ക് കടക്കുമ്പോൾ അവരെല്ലാവരും ചെയ്യുന്നത് പോലെ അവരും അത് പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ അധികം വൈകാതെ 1-2 വർഷത്തിനുള്ളിൽ ഈ കുഞ്ഞുങ്ങൾ അച്ഛനേക്കാൾ വലിയ മദ്യപാന രോഗിയോ അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുന്ന വ്യക്തിയായി മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോ അങ്ങനെ അത്തരം കുഞ്ഞുങ്ങളെ കണ്ടുമുട്ടുമ്പോൾ കുഞ്ഞുനാളിൽ തന്നെ നമുക്ക് ഇവർക്ക് ഈ ബോധ്യം നൽകുന്നത് നല്ലതാണ്. അച്ഛൻ കുടിയാണെങ്കിൽ മോനെ നീയും കുടിക്കുകയാണെങ്കിൽ ഭാവിയിൽ നീ ഇങ്ങനെ ഇതിനേക്കാൾ വലിയൊരു രോഗിയായി മാറാൻ അല്ലെങ്കിൽ പ്രശ്നക്കാരനായി മാറാൻ ചാൻസ് ഉണ്ട് എന്ന അറിവ് അവർക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പൊ ഇവിടെ വന്ന് നിങ്ങൾ ഇവിടെ പ്രധാന അധ്യാപകരുടെ സമൂഹമാണ് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് ആൽക്കഹോളിക് കൗൺസിലിംഗ് അല്ലെങ്കിൽ ലഹരി വിരുദ്ധ കൗൺസിലിംഗ് എങ്ങനെ നടത്താം എന്നതിനെ കുറിച്ചൊരു ടിപ്സ് തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് മദ്യബോധനം അല്ലെങ്കിൽ ലഹരി ബോധനം ആവശ്യമാണ്. ഒരു കൗൺസിലിംഗ് നടത്തുന്നതിന് മുമ്പ് മദ്യബോധനം അല്ലെങ്കിൽ ലഹരി ബോധനം നമുക്ക് ആവശ്യം. അതിനെ കുറിച്ചുള്ള അറിവ് നമ്മൾ നേടിയിരിക്കണം. ഇപ്പൊ ഈ ലഹരി നൽകുന്ന മരുന്നുകളെല്ലാം, ഡ്രഗ്സ് എല്ലാം ഒരു മയക്കുമരുന്നുകളുടെ ഗണത്തിൽപ്പെട്ടവയാണ്. മയക്കുമരുന്നുകളുടെ കൂട്ടത്തിൽ എന്ന് വെച്ചാൽ മയക്കുമരുന്ന് എന്നതിൽ തന്നെ അതിനെന്തോ അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് അല്ലെ. അല്ലാണ്ട് സാധാരണ നല്ല മരുന്നുകളുണ്ട്, വേറെ തരത്തിലുള്ള മരുന്നുകളുണ്ട്, അതിനടക്കം സൈഡ് ഇഫക്റ്റുകളുണ്ട്. അതേസമയം മയക്കുമരുന്നുകളുടെ കൂട്ടത്തിൽ പെടുന്നവയാണ് ലഹരി നൽകുന്ന എല്ലാ വസ്തുക്കളും. എല്ലാം അല്പം കഴിക്കുന്നത് കൊണ്ട്, അല്പം മദ്യപിക്കുന്നത് കൊണ്ട് കുഴപ്പം ഉണ്ടോ എന്ന് ഉണ്ടോ ഉണ്ട്. ഉണ്ടെന്ന് ഒരു കൂട്ടർ പറയുന്നു, ഇല്ല എന്നൊരു കൂട്ടർ പറയുന്നു. അതേസമയം ഞാൻ പറയുന്നു അല്പം മദ്യപിക്കുന്നത് കൊണ്ട് കുഴപ്പം ഉണ്ട് എന്ന് പോകുന്നവരും ഓരോ ദിവസം കൂടുന്നവരും അതിന് അളവ് കൂട്ടിപ്പോകുന്ന പ്രവണത എന്ന് വെച്ചാൽ മനുഷ്യ ശരീരം അതിനെ സഹിഷ്ണുതയോടെ സ്വീകരിക്കുന്നു, അതിന്റെ അളവ് കൂട്ടാനുള്ള പ്രവണത വരുന്നു. അതുകൊണ്ട് ആൽക്കഹോൾ അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഏതാണെങ്കിലും അധികവും ആൽക്കഹോളാണ് ദുരുപയോഗിക്കപ്പെടുന്ന മയക്കുമരുന്ന്. അതുകൊണ്ട് മദ്യത്തിന് മനുഷ്യ ശരീരത്തിൽ സഹിഷ്ണുത ഉളവാക്കുന്ന ഒരു പ്രകൃതി ഉള്ളത് കൊണ്ട് ഒരു ഡോക്ടർ ഇങ്ങനെ പറഞ്ഞാലും ബോധമുള്ള അറിവുള്ള നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചെറിയ അളവിലാണെങ്കിലും അത് വളരെ ദോഷം ചെയ്യുന്ന കാര്യമാണ് എന്ന സത്യം നാം അറിയണം. അത് നമ്മൾ ശക്തിയുക്തം കുഞ്ഞുങ്ങളോട് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാകട്ടെ. അമിതമായ അകത്താകുന്ന മദ്യത്തിന്റെ ദഹന പ്രക്രിയയിടയിൽ അത് അവന്റെ ശരീരത്തെയും സാരമായി ബാധിക്കുന്നു, അവന്റെ മനസ്സിനെയും അത് സാരമായ വിധത്തിൽ ബാധിക്കുന്നു. അവന്റെ മെന്റൽ ഹെൽത്ത് ചോർത്തിക്കളയുന്നു, അവന്റെ ശാരീരിക ആരോഗ്യം നശിപ്പിച്ചു കളയുന്നു, അവന്റെ കുടുംബത്തിന്റെ സമാധാനം കെടുത്തി കളയുന്നു. ആ വ്യക്തി സമൂഹത്തിനും കുടുംബത്തിനും വേണ്ടാത്തവനും അവന് തന്നെ അവനെ വേണ്ടാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നു. അതുകൊണ്ട് മദ്യം അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ എല്ലാ ഉപയോഗവും ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ പൂർണ്ണമായും തളർത്തിക്കളയുന്നു എന്ന അറിവ് കുഞ്ഞുങ്ങൾക്ക് നൽകുമ്പോൾ ഇത് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മെ വളർത്തി വലുതാക്കുന്ന നാമാക്കി മാറ്റുന്ന എന്റെ തലച്ചോറിന്റെ കോശത്തെ നശിപ്പിച്ചുകൊണ്ട് മരവിപ്പിച്ചുകൊണ്ട് കേടുവരുത്തിക്കൊണ്ടാണ് ലഹരി സുഖം നമുക്ക് ഓരോരുത്തർക്കും കുട്ടികൾക്ക് ആളുകൾക്ക് ലഭിക്കുന്നതെന്ന യാഥാർത്ഥ്യം ബോധവൽക്കരണത്തിലൂടെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും മദ്യത്തിന്റെ നേരെ ലഹരി വസ്തുക്കളുടെ നേരെ ഒരു അറപ്പും വെറുപ്പും സംജാതമാക്കുക മാത്രമാണ് ഇന്ന് വൈദ്യശാസ്ത്രം നൽകുന്ന ഒരു ചികിത്സാ വിധി. മദ്യത്തിന്റെ നേരെ ലഹരി വസ്തുക്കളുടെ നേരെ അറപ്പും വെറുപ്പും സംജാതമാക്കുക. അതുകൊണ്ട് സൈക്യാട്രിക് ഡോക്ടേഴ്സ് പറയുന്ന ഒരു ടെക്നിക്കാണ് അവേർഷൻ തെറാപ്പി. എന്താണ്? ആശ്രിതരായ വ്യക്തികൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരേ ഒരു കാര്യം ആശ്രിതരായവർക്കും ആശ്രിതരല്ലാത്തവർക്കും ഈ മദ്യവും ലഹരി വസ്തുക്കളുടെ നേരെ ഒരു അറപ്പും വെറുപ്പും അവരിൽ സംജാതമാക്കുക. അതാണ് വൈദ്യശാസ്ത്രവും സൈക്യാട്രിക് വിങ്ങും സൈക്കോളജിസ്റ്റുകളും പ്രിസ്ക്രൈബ് ചെയ്ത് വരുന്ന ഒരേ ഒരു മരുന്ന്
മദ്യത്തിന്റെയും ലഹരി വസ്തുക്കളുടെയും നേരെ അറപ്പും വെറുപ്പും സംജാതമാക്കുക, അവേർഷൻ ജനിപ്പിക്കുക. സൈക്കാട്രിസ്റ്റുകൾ പണ്ടൊക്കെ ചെയ്യുന്ന ഒരു പ്രാകൃതമായ ഒരു ചികിത്സാ രീതിയാണ്. പ്രാകൃതമെന്ന് പറയാനില്ല, ഒരു പരിധിവരെ അമിതമായിട്ട് ആത്മാർത്ഥമുള്ളവർക്ക് ഇലക്ട്രിക് ഷോക്ക്, ആൽക്കഹോൾ കൊടുക്കുന്നവർ കൂടെ തന്നെ ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുക. അതൊരു അവേർഷനാണ് ജനിപ്പിക്കും. പക്ഷെ അതൊന്നും വലിയ ഉപകാരപ്രദമാകുന്നത്. അതിനേക്കാളേറെ മദ്യമില്ലാത്ത നേരത്ത് അവരുടെ അരികിൽ ആയിരുന്നുകൊണ്ട്, അവരെ സ്നേഹിച്ചും അവരെ മനസ്സിലാക്കിക്കൊണ്ടും അവരുടെ വ്യക്തിത്വത്തെ അറിഞ്ഞുകൊണ്ടും ഈ മദ്യം അവരുടെ ശരീരത്തിലും മനസ്സിലും സൃഷ്ടിക്കുന്ന നാശങ്ങളെ, വിതയ്ക്കുന്ന നാശങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് സുബോധത്തിൽ മദ്യത്തിന്റെ നേരെ അറപ്പും വെറുപ്പും ഉണ്ടാക്കാനുള്ള സൈക്കോ തെറപ്പികളാണ് ഏറ്റവും നല്ല ചികിത്സാവിധി. അതുകൊണ്ട് ഞങ്ങൾ അവിടെ എത്തുന്ന മദ്യ ആശ്രിതർക്കും ലഹരി അടിമപ്പെടുന്നവർ, കഞ്ചാവിന് അടിമപ്പെട്ട മക്കളൊക്കെ എടുത്തത്, അവർക്കൊക്കെ ഞങ്ങൾ നൽകുന്ന ചികിത്സാ രീതി ഇത് തന്നെയാണ്. അവേർഷൻ ഉളവാക്കുന്ന വിധത്തിൽ മദ്യബോധനം നൽകിക്കൊണ്ട് യഥാർത്ഥമുള്ള കൗൺസിലിംഗ് അവരുടെ വ്യക്തിത്വം മാനിക്കാനും അംഗീകരിക്കാനും സ്നേഹിക്കാനും അവരെ പ്രാപ്തരാക്കിക്കൊണ്ട് ഇതിൽ നിന്ന് അവരെ സ്വതന്ത്രരാകുക. ഇറ്റ് ഈസ് എൻ അറസ്റ്റബിൾ ഡിസീസ്. മദ്യപാന രോഗത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പ്രാഥമിക രോഗം എന്ന് വെച്ചാൽ വേറെ രോഗാണുകൊണ്ട് സത്യത്തിൽ ഏത് രോഗത്തിന്റെ പട്ടികയിൽ അകപ്പെടുക മദ്യപാന രോഗം അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ അടിമപ്പെടുന്ന രോഗം അത് മാനസിക രോഗത്തിന്റെ പട്ടികയിലാണ്. മനസ്സിനെയാണ് ഇത് കേടുവരുത്തുന്നത്. അതുകൊണ്ട് മാനസിക രോഗത്തിന്റെ പട്ടികയിലായതുകൊണ്ട് തന്നെ ഇത് മാറാത്ത രോഗമാണ്. മാറ്റാൻ വൈദ്യശാസ്ത്ര മരുന്നിന് കണ്ടുപിടിക്കാൻ പറ്റൂല. അങ്ങനെയാണ് അതിന്റെ അവസ്ഥ. തലച്ചോറിനെ മാറ്റി പ്രതിഷ്ഠിക്കാനോ തലസ്ഥാനത്ത് മറ്റൊരു കോശം ഉണ്ടാക്കാനോ ദൈവം അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നു. തലച്ചോറിനെ പറ്റത്തുകൊണ്ട് വൈദ്യശാസ്ത്രത്തിൽ മരുന്ന് കണ്ടുപിടിക്കാൻ ഇനി സാധ്യമല്ല. അതിനെതിരെയുള്ള ബോധവൽക്കരണവും അറിവും വഴി ഒരു വ്യക്തിയെ അവനായിരിക്കുന്നതിൽ അംഗീകരിച്ച് സ്നേഹിച്ച് അവന്റെ വ്യക്തിത്വം വളർത്തി വലുതാക്കാനും മദ്യത്തിന്റെ നേരെ ശക്തമായ ഒരു അറപ്പും വെറുപ്പും ഉണ്ടാക്കുവാനും ലക്ഷ്യബോധത്തോടുകൂടി തന്റെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാനും അവനെ പ്രാപ്തരാക്കുമ്പോൾ മദ്യത്തിനെതിരായി ലഹരിക്കെതിരായി അവരെ നമുക്ക് സജ്ജീകരിക്കാം, സന്നദ്ധരാക്കാം, അതിനെതിരെയുള്ള പോരാളികളാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു ക്ലാസ് സത്യം പറഞ്ഞാൽ പെട്ടെന്നുള്ള ഒരു അറിയിപ്പിനെ തുടർന്ന് വളരെ പെട്ടെന്ന് സംഘടിപ്പിക്കപ്പെട്ട ഒരു ക്ലാസ് വരുമ്പോൾ ഒരു ചെറിയ എൻ്റെ ഉള്ളിൽ, ഇനിയിപ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടോയെന്ന് എനിക്കറിയില്ല, എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഒരുപാട് തിരക്കുകളുടെ ഇടയിൽ നിന്ന് വന്നിട്ട് സാധാരണ നമ്മൾക്ക് അറിയുള്ള ഒരു കാര്യങ്ങളൊക്കെ ആണല്ലോ ഈ കുട്ടികളോട് പറയണം എന്നുള്ളൊരു കാര്യം നമ്മളെ ബോധിപ്പിക്കാൻ മാത്രമാണ് ഈ ക്ലാസ് എന്നായിരുന്നു എൻ്റെ ഉള്ളിലൊരു ചെറിയ ധാരണ. പക്ഷേ അത് പാടെ മാറ്റിമറിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളെ ഈ രോഗികളെ, ഞാൻ മുമ്പേ പറയുമായിരുന്നു ഈ മദ്യപിച്ച് വരുന്നവരെയൊക്കെ രോഗികളാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് തന്നെയാണ് ഞാനെപ്പോഴും കണ്ടിരുന്നത്. മദ്യപാനം ഒരു രോഗമാണ് എന്നുള്ള കാഴ്ചപ്പാട് തന്നെയായിരുന്നു. പക്ഷെ ആ രോഗം എന്തുകൊണ്ടുണ്ടാവുന്നു, ഈ മദ്യപിക്കുന്ന അവസ്ഥ എന്തുകൊണ്ടുണ്ടാവുന്നു, ഇതിനെ എങ്ങനെയൊക്കെ ചെറുപ്പത്തിലെ തടയാം എന്നുള്ള ഒരു അവബോധം സൃഷ്ടിക്കാൻ നമുക്ക് നമ്മുടെ മുന്നിലിരിക്കുന്ന നമുക്കൊരു കൗൺസിലിങ്ങിനോ ഇതിനൊന്നും പോവേണ്ട ആവശ്യമില്ല, നമുക്ക് കഴിയുമില്ല. ഒരു മദ്യപാനികളുടെ ഇടയിൽ ഒരു കൗൺസിലിങ്ങിനൊന്നും പോകാൻ നമുക്ക് കഴിയില്ല. പക്ഷെ നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളെ അതിലേക്ക് തള്ളിവിടാതെ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ മദ്യത്തിനോടൊരു ഈ മയക്കുമരുന്നുകളോടും ഒരു അറപ്പും വെറുപ്പും ഉണ്ടാക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു സമഗ്രമായ വിവരണമാണ് സിസ്റ്ററുടെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് ആ ക്ലാസ് ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു ഭയങ്കര തലവേദനയാണ് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ ആയി പോകുമ്പോൾ നമ്മുടെ ഭാവിയിൽ നമ്മുടെ മക്കളുടെയൊക്കെ ഭാവി എന്തായിരിക്കും എന്നുള്ളൊരു, കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ഒരുപാട് രക്ഷിതാക്കൾ മദ്യപിച്ച് സ്കൂളിൽ വരുന്ന അവസ്ഥ പോലും ഉണ്ട്. അപ്പോൾ അവരുടെ കുട്ടികളൊക്കെ ഈ അവസ്ഥയിൽ ചെന്നുപെട്ടാൽ, ഈ പാരമ്പര്യമായി വരുന്ന ഇതാണ് ഇതെന്ന് ചെന്നുപെട്ടാൽ എന്തായിരിക്കും നമ്മുടെ ഭാവി സമൂഹത്തിൻ്റെ അവസ്ഥ എന്നുള്ളൊരു തലവേദന കൂടി സൃഷ്ടിക്കാൻ ഉതകുന്ന രീതിയിൽ സിസ്റ്ററുടെ നമ്മളെ ബോധവൽക്കരണം അത്രയും സമഗ്രമായും എത്രയും വിശ്വസ്തമായും ഈ ബോധവൽക്കരണ ക്ലാസ് നടത്തിയതിന് സിസ്റ്ററോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എനിക്കറിയില്ല. അത്രയും അഗൈതവുമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് പിന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിപാടിയായിട്ട് ഇത് നടത്തിയത്, അതിനൊരു മുൻകൈ എടുത്തതിന് കുര്യാക്കോസ് സാറ് ഈ മുൻകൈ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നടത്തേണ്ടത് എന്നുള്ള, ശരിക്കും സാറ് പറഞ്ഞു പണ്ടത്തെ പോലെ അല്ല എന്നാണ് സാറിനെ പറഞ്ഞത്. ആ ഒരു ബോധം കുട്ടികളിൽ തന്നെ ഇത് ബോധം ഉളവാക്കണം എന്നുള്ള ബോധം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് വന്നതിലും ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിച്ചതിന് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനോടും പ്രത്യേകിച്ച് അതിന് മുൻകൈ എടുത്ത കുര്യാക്കോസ് സാറിനോടും ഈ ഞങ്ങളുടെ HM ഫോറത്തിൻ്റെ വക നന്ദി പറയും.